وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 80-ാമത്തെ ആയത്തിന്റെ 2-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യഹൂദികളുടെ പിഴച്ച വിശ്വാസത്തെക്കുറിച്ചായിരുന്നു പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. വഖാലൂ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ. എണ്ണം കണക്കാക്കപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ നരകം ഞങ്ങളെ സ്പർശിക്കുന്നതേയല്ല എന്ന് അവർ പറഞ്ഞുവെന്നാണ് മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എണ്ണം കണക്കാക്കപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ നരകം ഞങ്ങളെ സ്പർശിക്കുന്നതേയല്ല എന്ന് പറഞ്ഞത് ഒരു 40 ദിവസത്തോളമാണ് യഹൂദികൾക്ക് നരകത്തിൽ കഴിയേണ്ടി വരിക എന്ന ആ രൂപത്തിലുള്ള ഒരു വിശ്വാസമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കുണ്ടായിരുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. അതിന് കാരണമായി അവർ പറയുന്ന യഹൂദികൾ പറയുന്നത് ഈ 40 ദിവസത്തോളമാണ് യഹൂദികൾ മുമ്പ് സിനാ മരുഭൂമിയിൽ വെച്ച് സാമിരിയുടെ നേതൃത്വത്തിൽ പശുക്കുട്ടിയെ ആരാധിച്ച സംഭവം ഉണ്ടായത് എന്നാണ്. ഏതായാലും ഇതെല്ലാം യഹൂദികൾ വെച്ചു പുലർത്തിയിരുന്ന യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അവരുടെ വാദങ്ങൾ മാത്രമാണ്, ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ രൂപത്തിലുള്ള ഒരു പിഴച്ച വിശ്വാസം അത് അവരിലെ പണ്ഡിതന്മാർക്കിടയിലും അതുപോലെ തന്നെ അവർക്കിടയിലെ സാധാരണക്കാരായ ആളുകൾക്കിടയിലും ഇങ്ങനെ നാളെ വരാനിരിക്കുന്ന ആ പരലോക ശിക്ഷയെക്കുറിച്ച് വലിയ ഒരു മിഥ്യാധാരണ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഞങ്ങൾ എന്ത് തന്നെ പ്രവർത്തിച്ചാലും ഞങ്ങൾ ഇസ്രായേൽ ജനതയാണ്, ഞങ്ങൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിയുടെ സന്താനങ്ങളാണ്, അതുകൊണ്ട് നരകശിക്ഷ എന്ന് പറയുന്നത് അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്ന ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും കാരണത്താൽ തന്നെ നരകാഗ്നി ഞങ്ങളെ സ്പർശിക്കുകയാണ് എങ്കിൽ അത് ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് ഈ ശിക്ഷ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക, അത് കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് സഹോദരങ്ങളെ ഈ യഹൂദികൾ വിശ്വസിച്ചിരുന്നത്. ഈ രൂപത്തിലായിരുന്നു അവരുടെ വാദങ്ങൾ അവർ ഉന്നയിച്ചിരുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ യഹൂദികളുടെ ഈ രൂപത്തിലുള്ള വിശ്വാസം വ്യക്തമാക്കി തരുന്നതിന് വേണ്ടി പണ്ഡിതന്മാർ ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ച ഒരു ഹദീസ്. ഖൈബർ യുദ്ധം വിജയിച്ച വേളയിൽ വിഷം ചേർത്ത ഒരു ആട്ടിറച്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി കൊണ്ട് യഹൂദികൾ നൽകിയ ഒരു സംഭവം വിവരിക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള യഹൂദികളെ വിളിച്ചു കൂട്ടുകയും അങ്ങനെ അവർ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം പറയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളോട് ചോദിക്കുകയാണ്. അന്നേരം അവർ അതെ, ഞങ്ങൾ സത്യം പറയാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, മൻ അബൂക്കും, ആരാണ് നിങ്ങളുടെ പിതാവ് എന്ന്. അപ്പോ അവർ പറഞ്ഞു ഇന്നയാളാണ് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഖദബ്തും ബൽ അബൂക്കും ഫുലാൻ, നിങ്ങൾ പറഞ്ഞത് കളവാണ്, നിങ്ങളുടെ പിതാവ് ഇന്നയാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയം താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്ന് ആ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതിക്കുകയാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വീണ്ടും, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം പറയുമോ എന്ന് ചോദിക്കുകയാണ്. അവർ വീണ്ടും സത്യം പറയാമെന്ന് സമ്മതിക്കുകയാണ്. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, ഞങ്ങളെങ്ങാനും കളവ് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ആ കളവ് താങ്കൾ തിരിച്ചറിയുമല്ലോ, ഇപ്പോൾ താങ്കൾ ഞങ്ങളുടെ പിതാവിന്റെ കാര്യം താങ്കൾ തിരിച്ചറിഞ്ഞതുപോലെ എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അതുകൊണ്ട് താങ്കൾ ചോദിച്ചു കഴിഞ്ഞാൽ സത്യമേ ഞങ്ങൾ പറയുകയുള്ളൂ എന്ന് ആ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്.
ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മൻ അഹ്ലുന്നാർ, ആരാണ് നരകാവകാശികൾ എന്ന്. അപ്പോൾ ആ യഹൂദികൾ പറഞ്ഞു, ഞങ്ങൾ കുറച്ചു കാലം അതിലുണ്ടാകും, പിന്നെ ഞങ്ങൾക്ക് പുറകെ ആ നരകത്തിൽ നിങ്ങളും ഉണ്ടാകുമെന്ന് ആ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയാണ്, ഇഖ്സഉ വല്ലാഹി ലാ നഖ്ലുഫുകും ഫീഹാ അബദാ, നിങ്ങൾ അതിൽ നിന്ദ്യരായി കഴിയേണ്ടി വരും, അല്ലാഹുവാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പിൻഗാമികളായി അതിലുണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ വിഷം ചേർത്ത ആ ആട്ടിറച്ചിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവരോട് ചോദിക്കുന്നത്. നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് അതിലേക്ക് തൽക്കാലം ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ ഈ ഹദീസിൽ ഈ യഹൂദികൾ അവർ സംശുദ്ധി പ്രാപിച്ച ആളുകളാണ് എന്ന് സ്വയം പറയുകയാണ്. ഞങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരാണ് ഈ യഹൂദികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് മദീനയിലുള്ള യഹൂദികൾ എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ നരകശിക്ഷ ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്ന വാദം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഇത് അവരുടെ ഒരു വെറും വാദമാണ്, അടിസ്ഥാനരഹിതമായ വാദമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ആയത്തിലൂടെ അവരോട് ചോദിക്കുന്നത്, ഖുൽ അത്തഖത്തും ഇൻദല്ലാഹി അഹ്ദാ, പറയുക, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ വല്ല കരാറും ഉണ്ടാക്കി വെച്ചിരിക്കുന്നുവോ? ഫലൻ യുഖ്ലിഫല്ലാഹു അഹ്ദാ, എന്നാൽ അല്ലാഹു അവന്റെ കരാർ ലംഘിക്കുകയില്ല തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത്. ഇവിടെ അല്ലാഹു യഹൂദികളോട് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ജൽപ്പിക്കുന്ന രൂപത്തിലുള്ള വല്ല കരാറും നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. വാസ്തവത്തിൽ സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ നന്മയിലേക്ക് എത്തിക്കുന്ന, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കരാർ എന്ന് പറയുന്നത് അത് അല്ലാഹുവിൽ വിശ്വസിക്കാമെന്നും അതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കാമെന്നും അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാമെന്നും ഒക്കെയുള്ള കരാറാണ്. അപ്രകാരമുള്ള ഒരു കരാർ അതൊരിക്കലും മാറ്റം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നരകത്തിലേക്ക് എത്തിക്കുന്നതോ ആയ കരാറുകളല്ല. ഇങ്ങനെയുള്ള ഒരു കരാറിനെ കുറിച്ചല്ല ഇവിടെ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലെങ്കിൽ മൊത്തത്തിൽ ഇവിടെ സംസാരിക്കുന്നത്. യഹൂദികളുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹുവിൽ നിന്ന് യാതൊരു നിലക്കുള്ള കരാറും അവർ അവകാശപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കരാറും ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമായ കാര്യമാണ്. മറിച്ച് ഈ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരുപാട് അമ്പ്യാക്കന്മാരെ വ്യാജമാക്കിയവരാണ്. അവരുടെ അവസ്ഥ ഏതുവരെ എത്തി എന്ന് ചോദിച്ചാൽ പ്രവാചകന്മാരിലെ ഒരു വിഭാഗത്തെ തന്നെ അവർ കുല ചെയ്ത ആളുകളാണ്, കൊലപാതകം നിർവഹിച്ച ആളുകളാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിനോടുള്ള കരാർ ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ ഉണ്ടാക്കി പറയുകയും കളവ് കെട്ടിച്ചമച്ച് പറയുകയും ചെയ്യുന്ന ഈ യഹൂദികൾ ഇവിടെ ഈ വിഷയത്തിലും അള്ളാഹുവിന്റെ പേരിൽ അറിയാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പേരിൽ അറിവില്ലാത്തത് പറയുക എന്നത് ഹറാമായ കാര്യമാണ്, ഏറ്റവും മോശമായിട്ടുള്ള മ്ലേച്ഛമായ സംസാരമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അവരോട് ചോദിക്കുന്നത്, അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അതല്ല നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്തത് പറഞ്ഞുണ്ടാക്കുകയാണോ എന്ന്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 80-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്ന ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി തുടർന്നു വരുന്ന ആയത്തുകളിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിത് തജ്വീദോടുകൂടി ആയത്ത് എങ്ങനെ പാരായണം ചെയ്യാം എന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.